ഹലോ മുത്തുമണി, എന്തൊക്കെ പാട് സുഖമല്ലേ? വളരെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക കേട്ടോ. നമ്മുടെ ചത്താപ്പച്ച മൂവി നാളെ റിലീസാവണം. ഈ സിനിമ ഒരു വമ്പൻ ഹിറ്റിൽ കുറഞ്ഞ ഒന്നും മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം സാധാരണ സിനിമ റിലീസായിട്ട് തിയേറ്ററിൽ അതിൻ്റെ ഷോ കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ പറയാറ്. പക്ഷെ ഞാനത് മാറ്റി. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ മുന്നേ ഒന്ന് പറയാം. ചിലപ്പോൾ ഇത് ചരിത്രത്തിൽ ഫസ്റ്റ് ടൈം കാരണം സിനിമ റിലീസിൻ്റെ ഒരു ദിവസം മുമ്പ് അതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയും. ഈ സിനിമ ഒരു ഗുസ്തി ബേസ്ഡ്, അതായത് കേരളത്തിലേക്ക് ഒരു മലയാള രീതിയിൽ ഒരു മലയാളത്തിൻ്റെ ഒരു ഗുസ്തി എന്ന രീതിയിൽ മട്ടാഞ്ചേരിയിലെ കുറച്ച് പിള്ളേർ ഒരു സംഭവം ചെയ്യണം. ഈ സിനിമ ഒരു പക്ക ആക്ഷൻ കോമഡി, ഒരു സെൻറ്റിമെൻ്റലി പോകുന്ന ഒരു അടാറ് പടവും. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലൊരു എന്താ പറയുക കഥ, സെക്കൻഡ് ഹാഫിലൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു രീതിയിലാകും ഇതിൻ്റെ ഒരു കഥ തന്തു വരാൻ പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണെങ്കിൽ ഈ കഥ വരുന്നത് ഫുള്ള് നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന സംഭവം. എഴുതി വെച്ചോളി, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടല്ലോ. പിന്നെ മമ്മൂക്ക ഇതിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പക്ഷേ എങ്ങനെയാണ് പുള്ളി ഇതിൽ വരിക എന്നുള്ളത് ആർക്കും അറിയില്ല. എന്നാൽ ഞാനതാണ് പറയാം, എങ്ങനെ പുള്ളി വരാൻ. പുള്ളിയുടെ ഹെയർ അത്യാവശ്യം ഹെയർ ഉണ്ടാവും. ഇങ്ങനെ ഒരു എന്താ പറയുക കർച്ചീഫൊക്കെ ബാക്കിലോട്ട് കെട്ടിയിട്ടുള്ള ഒരു ലുക്കാവും. അതും ബുള്ളറ്റിൽ വരുന്ന ഒരു ലുക്കാവും, ബുള്ളറ്റ് ഓടിച്ച് വരുന്ന. അതും തിയേറ്ററിൽ മമ്മൂക്ക ഫാൻസിന് കയ്യടിച്ച് ആർപ്പ് വിളിക്കാനുള്ള മാരക എൻട്രി ആവും. അതും പക്ക മാസ് BGM എഴുതി വെച്ചോളി. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്ത എല്ലാവരും അൺസബ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഇത് 100% ഉറപ്പുള്ള കാര്യം. പിന്നെ മാത്രമല്ല, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നില്ലേ, അതിൽ ലാലേട്ടൻ പറയും ഇതിൻ്റെ കൂടെ ഞാനുണ്ട്. അതായത് അദ്ദേഹം ഇതിൽ അഭിനയിക്കുന്നില്ല, പകരം മമ്മൂക്കയെ കാണിക്കുന്ന, മമ്മൂക്കയെ ബിൽഡ് ചെയ്ത് വരുന്ന ആ ഒരു സീനുണ്ടല്ലോ, അത് നമ്മുടെ ലാലേട്ടൻ്റെ വോയിസ് ഓവറിലായും ഇത് വരാൻ പോകുന്നത്. അതായത് ലാലേട്ടനാണ് മമ്മൂക്കയുടെ കഥാപാത്രത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. മമ്മൂക്ക ഇവരുടെയൊക്കെ ആശാനായിട്ട്, അതായത് വാൾട്ടർ ആശാനായിട്ട്, മട്ടാഞ്ചേരിയിലെ ഈ പിള്ളേരെ ആശാനായിട്ടാണ് നമ്മുടെ മമ്മൂക്ക. അദ്ദേഹത്തിന് തിയേറ്റർ നമുക്കറിയാലോ, ഓസ്ലർ സിനിമയിൽ മമ്മൂക്കയുടെ 2 അതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ അതുക്കും മേലെ ഒരു ഒന്നൊന്നര സംഭവം. എഴുതി വെച്ചോളൂ. ഞാൻ പറയുന്നതിൽ എന്തിലെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ അൺസബ് ചെയ്തുകൊണ്ടും ഒരു പ്രശ്നമില്ല. കാരണം ഈ സിനിമ നമ്മളെ അത്രത്തോളം നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. നമ്മളൊരു മലയാളത്തിൽ നിന്ന് ഒരു പക്ക അസൽ പാൻ ഇന്ത്യൻ പടം എന്ന് പറഞ്ഞാൽ അത് ഇതാകും. എഴുതി വെച്ചോളി. നാളെ റിലീസ്, അധികം ദിവസം ഒന്നുമില്ലല്ലോ. എൻ്റെ ഈ റിവ്യൂ കണ്ടിട്ട് അതെല്ലാം നിങ്ങൾക്ക് കിട്ടിയില്ല. അതും മുജീബ് മജീദിൻ്റെ നമ്മുടെ കളങ്കാവിൽ കണ്ടില്ല, അതൊരു വേറൊരു ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കല്ല. പക്ഷെ ഇതൊന്നുമല്ല. ഇതൊക്കെ തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന സംഭവം. അതും കലൈസിംഗത്തിൻ്റെ പക്ക ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പിള്ളേർ തൂത്തുവാരും. കൊച്ചിയുടെ പിള്ളേർ തൂത്തുവാരത് കൂടെ നമ്മുടെ വാൾട്ടർ ആശാൻ പൊളിക്കാം നമുക്ക് നാളെ.